കോഴിക്കോട് ചേവരമ്പലത്ത് വീട്ടിൽ വൻ കവർച്ച. 45 പവൻ സ്വർണം കവർന്നു. ഇന്ന് പുലർച്ചെ 2 മണിയോടെ ആയിരുന്നു സംഭവം. മോഷ്ടാവ് എന്ന് സംശയിക്കുന്ന ആളുടെ CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. രതീഷ് വാസുദേവൻ ചേരുന്നു വിവരങ്ങളുമായി. രതീഷ്, വലിയ കവർച്ച തന്നെയാണ് നടന്നിരിക്കുന്നത്. 45 പവൻ സ്വർണം എന്ന് പറയുമ്പോൾ സ്വർണത്തിന്റെ ഇപ്പോഴത്തെ വില വെച്ച് അത് എത്ര വലിയ തുകയാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. എവിടെയൊക്കെയാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, തീർച്ചയായും ഇന്ന് പുലർച്ചെയാണ് ഈ വീട്ടിൽ ഇങ്ങനെ മോഷണം നടന്നത്. കാരണം ഈ വീട്ടിലെ ആളുകൾ അവർ തിരുവനന്തപുരത്ത് അവരുടെ ബന്ധുവീട്ടിൽ പോയിരിക്കുകയായിരുന്നു. ഈ ഡോക്ടർ ഗായത്രിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടറാണ്. അവർ കഴിഞ്ഞ ദിവസം ഒരു ബന്ധുവിനെ കാണാൻ തിരുവനന്തപുരത്ത് പോയതാണ്. യാദൃശ്ചികമായി ആ ബന്ധു മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് അവിടെ അങ്ങനെ പൊടുന്നനെ അവിടെ നിൽക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ദിവസങ്ങളോളം കഴിഞ്ഞ 11-ാം തീയതി മുതൽ ഇന്ന് വരെ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് ഇത്തരത്തിൽ മോഷണം നടന്നതെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഇപ്പൊ നമ്മളോടൊപ്പം ഗായത്രിയുടെ പിതാവ് ഉണ്ട്. എങ്ങനെയായിരുന്നു ഇന്ന് രാവിലെയാണോ എത്തിയത്? ഇന്ന് രാവിലെ 12 മണിയായി എത്തി. 12 മണി, ഇന്ന് രാവിലെ 12 മണിക്ക് എത്തി. ഇങ്ങനെ എങ്ങനെയൊരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കിയ എന്താണ്? അല്ല, ഇവിടെ വന്നപ്പോൾ ഈ ഗേറ്റ് പൂട്ടി തന്നെ കിടക്കുന്നു. ഗേറ്റ് തുറന്ന് അകത്ത് കയറിയപ്പോൾ ആ വാതിലിൽ ഒരു തുണി ചുറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ പോകുമ്പോൾ പൂട്ടിയിട്ട് പോകുമ്പോൾ തുണി ചുറ്റിയിട്ടില്ലായിരുന്നു. ആ തുണി ചുറ്റിയിരുന്നത് കണ്ട് ഡൗട്ട് കൊണ്ട് നോക്കിയതാണ്. അപ്പോൾ കതവ് അകന്നിരിക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കുത്തി തുറന്നതായിരിക്കാം. അതുകൊണ്ട് ഞാനിവിടെ റെസിഡൻസിലുള്ളവരെയൊക്കെ അറിയിച്ചു. അവരെല്ലാം പോലീസിൽ ഇൻഫോം ചെയ്തു. അങ്ങനെ കുറേ ദിവസമായിട്ട് വിട്ടു നിൽക്കാറില്ല സാധാരണ. ഇല്ല, ഞങ്ങൾ പോകുമ്പോൾ ആരെങ്കിലും ഒരാളൊക്കെ പോകും, ബാക്കി 2 കൂടെ കാണും. മാറി ആരെങ്കിലും ഒരാളെ പോകും. ഇന്ന് പിന്നെ രതീഷ്, ഈ CCTVയിൽ കാണുന്ന വ്യക്തിയെ ഇവർക്ക് എന്തെങ്കിലും പരിചയമുള്ളതോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാമ്യം അവർക്ക് കണ്ടുപരിചയമെങ്കിലും ഉള്ള ആളാണോ എന്നൊന്ന് ചോദിക്കാമോ? അങ്ങനെ ഈ CCTVയിൽ കാണുന്ന ദൃശ്യത്തിൽ കാണുന്ന ആളെ കണ്ടുപരിചയമില്ല. ഞങ്ങളോട് 3 വർഷമായിട്ട് താമസിക്കുന്നതല്ലേ ഉള്ളൂ. നമുക്കങ്ങനെ ഒരാളെ പരിചയമില്ല, പിന്നെ നമ്മൾ കണ്ടിട്ടുമില്ല. ഈ പണം സ്വർണ്ണമൊക്കെ എങ്ങനെ സേഫായിട്ട് തന്നെയാണോ വെച്ചത്? സേഫായിട്ട് തന്നെ വെച്ചിരുന്നത്. പക്ഷേ അത് ഇവിടെ മോൾക്ക് ചെറുകുട്ടിക്കൊക്കെ ഗിഫ്റ്റുകൾ കൊടുക്കുന്നതും അങ്ങനെയുള്ള സ്വർണ്ണമായിരുന്നു. പിന്നെ അത് നമ്മൾ തിരിച്ച് 1 വർഷം കഴിഞ്ഞ് പോണത് കൊണ്ട് ഇവിടെ ഒരു ലോക്കർ ഒന്നും എടുത്തില്ലായിരുന്നു. ഏകദേശം എത്ര നഷ്ടപ്പെട്ടതാണ് കണക്കാക്കുന്നത്? ഏകദേശം പോലീസിനോട് പറഞ്ഞു 35-40 ഉണ്ട്. പണവും നഷ്ടപ്പെട്ടു. പണം ഒരു 10,000, പണം കുറവായി ഉണ്ടായിരുന്നു. പണം 10,000 രൂപയ്ക്ക്. എന്തായാലും പോലീസും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധന തുടങ്ങിയില്ല. അവർ ക്ലിയർ പരിശോധിച്ചോണ്ടിരിക്കുകയല്ലേ. എല്ലാവരും വന്ന്, കമ്മീഷണർ വന്ന് എല്ലാവരും വന്ന് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ആരും നോക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ലക്ഷ്മി, തീർച്ചയായും ഈ ചേവാർ പോലീസ് പരിധിയിൽ തന്നെ അടുത്ത ദിവസങ്ങളായിട്ട് നിരവധി ഇത്തരത്തിൽ മോഷണം നടക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് വലിയ ജാഗ്രതയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നല്ല കൃത്യമായ നിരീക്ഷണം പോലീസ് നടത്തുന്നുണ്ട്. പോലീസ് ഡോഗ് അടക്കം ഇവിടെ ഇപ്പോൾ പരിശോധന നടത്തിയിട്ടുണ്ട്. പിന്നെ മെഡിക്കൽ കോളേജ് ACP ഉമേഷ് ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. വലിയ പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും ഈ മറ്റ് മോഷണ ശ്രമങ്ങളെ പറ്റിയുള്ള പരിശോധനയ്ക്കിടയിലാണ് വീണ്ടും പോലീസിനെ ഒരുപക്ഷെ ഞെട്ടിച്ചുകൊണ്ട് എന്ന നിലയിൽ ഇന്ന് വലിയ തരത്തിൽ ഈ സ്വർണത്തിന്റെ മോഷണം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസിന്റെ പരിശോധന പുരോഗമിക്കുകയാണ്. ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റു കാര്യങ്ങൾ. ലക്ഷ്മി, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട്.